ഒരു കുഞ്ഞിന്റെ വളർച്ച അത് ജനിച്ചു കഴിഞ്ഞാണോ തുടങ്ങുന്നത്? അല്ല. ഒരു സ്ത്രീ പ്രഗ്നന്റ് ആയി കഴിഞ്ഞ നിമിഷം മുതൽ തന്നെ ആ കുഞ്ഞിന്റെ ജീവിതം രൂപപ്പെട്ടു തുടങ്ങുന്നു. ഇന്ന് ഇതിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. നമസ്കാരം, എൻ്റെ പേര് ശ്രീലക്ഷ്മി. ഗ്ലോ ആൻഡ് ഗ്രോ സ്റ്റുഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നു മുതൽ ഒരു പുതിയ യാത്രയാണ് നമ്മൾ ഒരുമിച്ച് തുടങ്ങാൻ പോകുന്നത്. ഒരു സ്ത്രീ അമ്മയാകാൻ തീരുമാനിക്കുന്ന നിമിഷം മുതൽ ഗർഭകാലം, ജനനം, കുട്ടിയുടെ ആദ്യ പുഞ്ചിരി, ആദ്യ വാക്ക്, സ്കൂൾ, കൗമാരം, പിന്നെ ആ കുട്ടി വളർന്നൊരു വ്യക്തിയായി മാറുന്നത് വരെയുള്ള ഓരോ ഘട്ടവും സൈക്കോളജിയുടെ കണ്ണിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. കാരണം ഓരോ കുഞ്ഞും ജനിക്കുന്നത് ഒരു ശൂന്യമായ ഒരു പുസ്തകമായിട്ടല്ല. അവന്റെ വളർച്ചയെ സ്വാധീനിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതിനു മുന്നേ തന്നെ ആരംഭിച്ചിട്ടുണ്ടാവാം. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഒരു വിത്ത് നല്ല മണ്ണിൽ നമ്മൾ വിതയ്ക്കുമ്പോൾ അത് ആരോഗ്യത്തോടെ വളർന്നു വരില്ലേ? അതുപോലെ തന്നെയാണ് ഓരോ കുഞ്ഞും. അമ്മയുടെ ശരീരമാണ് കുഞ്ഞിന്റെ ആദ്യ ലോകം. അമ്മയുടെ ആരോഗ്യം, ഭക്ഷണം, ഉറക്കം, ഹാപ്പിനെസ്, സ്ട്രെസ് ഇവയെല്ലാം തന്നെ കുഞ്ഞിന്റെ വളർച്ചയിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്ന കാര്യങ്ങളാണ്. ഇത് കേൾക്കുമ്പോൾ ചില അമ്മമാർക്ക് ചെറിയ കൺഫ്യൂഷനും പേടിയൊക്കെ തോന്നാം. അതിന്റെ കാര്യമില്ല. നമ്മൾ ഒരു ദിവസം വിഷമിച്ചെന്നോ കരഞ്ഞെന്നോ വെച്ച് ഇതൊന്നും വരുമെന്നല്ല ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. പക്ഷേ ദീർഘകാലം നിൽക്കുന്ന തരത്തിലുള്ള സ്ട്രെസ്സും മറ്റും അമ്മമാര് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. നിങ്ങളിപ്പോൾ 2 അമ്മമാരെ സങ്കല്പിക്കുക. അതിൽ 2 പേരും കുഞ്ഞിനെ നന്നായിട്ട് സ്നേഹിക്കുന്നവരാണ്. ഒരാൾക്ക് അവരുടെ ഫാമിലിയിൽ നിന്നുള്ള നല്ല സപ്പോർട്ടോടുകൂടി ജീവിച്ചു പോകുന്ന ഒരു അമ്മയും, രണ്ടാമത്തെ ആളാണെങ്കിൽ എല്ലാം ഒറ്റയ്ക്കാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ അമ്മയ്ക്കാണെങ്കിൽ നിരന്തരം സ്ട്രെസ്സും ഉറക്കമില്ലായ്മയൊക്കെ അനുഭവപ്പെടുന്നുണ്ടാവും. ഇവിടെ തെറ്റ് എന്ന് പറയുന്നത് ആ അമ്മയുടേതല്ല. അതുകൊണ്ടാണ് പ്രഗ്നന്റ് ആയ ഒരു സ്ത്രീയെ ശ്രദ്ധിക്കുക എന്നുള്ളത് ഒരു കുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്തമാണ് എന്ന് പറയുന്നത്. നമ്മുടെ സമൂഹത്തില് പലപ്പോഴും എല്ലാവരും അന്വേഷിക്കുന്നത് കുഞ്ഞിന് സുഖമാണോ എന്നുള്ളത് മാത്രമാണ്. ഒരമ്മ അവർക്ക് സുഖമാണോ, അവരെങ്ങനെ ഇരിക്കുന്നു എന്ന് നേരിട്ട് ചോദിക്കുന്ന എത്ര പേരുണ്ട് നമുക്ക് ചുറ്റും? അത് വളരെ കുറവായിരിക്കും, അല്ലെ? ആരോഗ്യവതിയായിരിക്കുന്ന ഒരു അമ്മ, അത് ഈ ലോകത്ത് കുഞ്ഞിന് കിട്ടുന്ന ഗിഫ്റ്റുകളിൽ ഏറ്റവും വലുത് തന്നെയാണ്. ഇത് ഈ യാത്രയുടെ ഒരു തുടക്കം മാത്രമാണ്. അടുത്ത എപ്പിസോഡില് പ്രഗ്നന്റ് ആയിരിക്കുന്ന ഒരു അമ്മയുടെ ഫീലിങ്സ് അത് കുഞ്ഞിനെ ശരിക്കും സ്വാധീനിക്കുമോ എന്നുള്ള കാര്യത്തെപ്പറ്റി സൈക്കോളജി പ്രകാരം എന്താണ് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ സീരീസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് പരിചയമുള്ള അമ്മമാർക്കോ അമ്മയാകാൻ പോകുന്നവർക്കോ ഒക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. കാരണം ഓരോ കുഞ്ഞും തിളങ്ങാൻ ജനിച്ചവരാണ്. അപ്പോൾ എന്താ, നമുക്ക് ഒരുമിച്ച് ഗ്ലോ ആൻഡ് ഗ്രോ ചെയ്യാം. താങ്ക് യു.